ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളോട് ഒരുപാട് ക്വസ്റ്റ്യനുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് പലതിനും നമ്മൾ ആൻസർ ചെയ്തിട്ടില്ല. അപ്പൊ എന്നാ ഇന്നൊരു Q&A വെച്ചിട്ട് അതിന്റെ ആൻസറുകളെല്ലാം ചെയ്യാമെന്ന് വെച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 2 ദിവസം മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു അച്ഛനും അമ്മയും മകൻ ഒളിച്ചോടാൻ കൂട്ടുനിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ 2 ദിവസം മുന്നേ മിക്കവാറും എല്ലാ ചാനൽസിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒരു മകനെ ഒളിച്ചോടാനും പെണ്ണിനെ പോയി കൂട്ടിക്കൊണ്ട് വരാനും ഒക്കെ കൂട്ടുനിന്നു എന്ന് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുമല്ലേ. പക്ഷേ അത് വീഡിയോ എടുത്തുകൊണ്ട് മാത്രമല്ലേ നമ്മൾ അറിഞ്ഞത്. ഇതുപോലെ വീഡിയോ എടുക്കാതെ എത്രയോ സ്ഥലത്ത് അമ്മയും അച്ഛനും ചെന്ന് കൂട്ടിക്കൊണ്ട് വരുന്നവരുണ്ട് ഇല്ലേ? നിങ്ങൾക്കും അറിയായിരിക്കും, നിങ്ങൾക്ക് പേഴ്സണലിയും അല്ലാതൊക്കെ അറിയായിരിക്കും. ഇപ്പോൾ അവർ വീഡിയോ എടുത്തു, അങ്ങനെ പോയി വിളിച്ചിട്ടുള്ളവർ വീഡിയോ എടുത്തിട്ടില്ല, അത്രയേ ഉള്ളൂ വ്യത്യാസം. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം അവർ ഒരുപാട് കമൻസ് ഞാൻ ആ വീഡിയോയിൽ കണ്ടു. നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ തോന്നില്ല, അതിൻ്റെ വിഷമം മനസ്സിലായേനെ. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അവരിപ്പോൾ ഒന്നും ചെയ്യാതെ, ആ കുട്ടിയെ ചെന്ന് വിളിക്കാതെ ആ പയ്യനെ മാത്രം ഇറക്കി വിട്ട് നീ എന്തെങ്കിലും ചെയ്തോ, നീ എവിടെയെങ്കിലും പോയി ജീവിച്ചോ എന്നൊക്കെ പറഞ്ഞ് ആ പാരൻസ് ചെയ്തിരുന്നുവെങ്കിൽ അവരുടെ ലൈഫ് എന്താവുമെന്ന് നമുക്ക് ചിന്തിക്കാന്നുള്ളതല്ലേ ഉള്ളൂ. ടീനേജ് പ്രായമാണ്, പ്രണയം തലയ്ക്കും പിടിച്ചാൽ ആരും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല, അതാരും വിലക്കെടുക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ നോക്കുക. അത് ആ പാരൻസ് കൃത്യമായിട്ട് ചെയ്തു. പക്ഷേ ആ വീഡിയോ എടുത്ത് പബ്ലിക്കായിട്ട് ഇട്ട ഒരു കൺസെപ്റ്റിനോട് എനിക്ക് താല്പര്യമില്ല. അവരെ വീഡിയോ എടുത്ത് അവരെ കയ്യിൽ അവർക്ക് സൂക്ഷിക്കാമായിരുന്നു. അത് ഇട്ടത് കൊണ്ടാണല്ലോ നമ്മളിപ്പോൾ എല്ലാവരും അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നത്. അപ്പോൾ അത് കയ്യിൽ സൂക്ഷിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഇട്ടത് കൊണ്ട് അതിൽ കുറച്ച് ഒരു 100% ഉണ്ടെങ്കിൽ അല്ല 50% ഒരുപാട് പേർക്ക് ഹേർട്ടായിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് നല്ല കമൻസ് ഇടുന്നുണ്ട്. ആ നല്ല അഭിപ്രായം, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം, ഒരു 50% തെറ്റാണ്. പക്ഷെ ബാക്കി 50% ആ അച്ഛനും അമ്മയും ആ മക്കളെ കൂടെ ചേർക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ നീ നിൻ്റെ ഇഷ്ടത്തിന് പോയി എവിടെയെങ്കിലും ജീവിച്ചോ എന്ന് പറഞ്ഞ് അങ്ങ് വിട്ടുകൊടുത്താൽ അവരെവിടെ പോവും? അവർ ഇന്നലെ വരെ ജീവിച്ച ലൈഫ് ആയിരിക്കില്ല പിന്നെ. പക്ഷെ അച്ഛൻ്റെ അമ്മയുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ പല ഈ പ്രശ്നങ്ങളും അവർക്ക് തരണം ചെയ്ത് പോകാൻ കഴിയും. അല്ലെങ്കിൽ ചിലർ ഇങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലേ ആത്മഹത്യയെ പറ്റിയൊക്കെ അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആ അച്ഛനും അമ്മയും എത്തിച്ചിട്ടില്ല. ഞാൻ അവരുടെ വീഡിയോസ് കണ്ടതെന്ന് തോന്നുന്നത് അവർക്ക് പറയേണ്ടത് അവർ കൃത്യമായിട്ട് മറുപടി കൊടുക്കും. അങ്ങനെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും വേണ്ടത്. നമ്മൾ ആരെയും പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. അപ്പം ആ ഒരു തലത്തിൽ അച്ഛനും അമ്മയ്ക്കും ഞാനൊരു കൈയടി കൊടുക്കുക തന്നെ ചെയ്യും. കാരണം അവരെ ഉപേക്ഷിക്കാതെ അവരെ സംരക്ഷിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പം നാളെ അവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിൽ അവർക്കത് ചിന്തയുണ്ട്. പെൺകുട്ടിയുടെ വീട്ടുകാർ ശരിയാണ്, പെൺകുട്ടിയുടെ വീട്ടുകാരാണ്, അവർക്ക് ദേഷ്യം ഉണ്ടാവും. അതുകൊണ്ട് അവർ കൈവിട്ടില്ലല്ലോ, അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പക്ഷെ നമുക്ക് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പം ഭയങ്കര എന്ത് തള്ളയാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിലെന്ന് വെച്ചാൽ ഒരു 80% അവർ ചെയ്തത് ശരിയാണ്. ആ മക്കളെ അവർ കൈവിട്ടില്ല, സംരക്ഷിച്ചു. അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.